ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡൊമസ്റ്റിക് നാവിക്കിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഇന്ന് സ്റ്റാർട്ട് ആവുകയാണ് 30 നവംബർ. സോ നിങ്ങൾക്ക് ഇന്ന് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഫോണിൽ അപേക്ഷിക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ ചോദിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തോടത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് വഴി നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും എത്തുക. ആദ്യമായിട്ട് ഞാനിപ്പോൾ ലാപ്ടോപ്പിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്, രണ്ടാമതായിട്ട് ഫോണിൽ കാണിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കാണാം. അടുത്തതായിട്ട് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മളൊന്ന് വായിക്കുകയാണ്. അതായത് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരുന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ്, സിഗ്നേച്ചർ എല്ലാം ഈ ഒരു പറയുന്ന അളവിലായിരിക്കണം. അതായത് 10 KB ടു 40 KB, അതുപോലെ തന്നെ 10 KB ടു 30 KB. ഫോട്ടോ ആണെങ്കിൽ 10 KB ടു 40 KB, അതുപോലെ സിഗ്നേച്ചർ ആണെങ്കിൽ 10 KB ടു 30 KB ആണ് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ജെൻഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച്, ഡൊമസ്റ്റിക് ബ്രാഞ്ച് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഐ അഗ്രി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോൺ വരും. അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തു വിടുക. സോ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ. അപ്പൊ ഇതിനകത്ത് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് പെർമനന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പെർമനന്റ് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അടുത്തായിട്ട് നിങ്ങൾ എക്സാം സെന്റർ ചൂസ് ചെയ്യുക. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ സൈറ്റ് ഇപ്പോൾ കുറച്ച് ബിസിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇതിനകത്തോട്ട് കയറാൻ കുറെ കഷ്ടപ്പെട്ടാണ് കയറുന്നത്. അപ്പോൾ സൈറ്റ് കുറച്ച് ബിസി ആയിരിക്കും, ക്ഷമയോടെ നിങ്ങൾ നോക്കുക. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ NCC C സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. AO BO CO ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. നിർബന്ധം ഒന്നുമല്ല. കാരണം നിങ്ങൾ സ്കൂൾ ലെവലിൽ NCCയിലൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ A B സർട്ടിഫിക്കറ്റ് ഒക്കെ മേ ബി നിങ്ങളുടെ കയ്യിൽ കാണണം. അപ്പോൾ നിങ്ങൾക്ക് അതും കൊടുക്കാം. അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 10ാം ക്ലാസ് ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണെന്നൊക്കെ വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്പർ, ടോട്ടൽ മാർക്സ്, പെർസെന്റേജ് എല്ലാം കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് ഫയൽ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ സിഗ്നേച്ചർ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അതാണ് എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉള്ളവർ കൊടുക്കുക. അടുത്തായിട്ട് ഡിക്ലറേഷൻ പറയുന്നുണ്ട്. ശേഷമായിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്ലേസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ട് ഇവിടെ. ആ ഒരു വെരിഫിക്കേഷൻ കോഡിലേക്ക് കറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഫോണിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് താഴെയുള്ള ആ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരിക. നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മൊബൈലിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. ശേഷമായിട്ട് ബ്രാഞ്ച് ചോദിക്കുന്നുണ്ട്. ബ്രാഞ്ച് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഐ അഗ്രി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോൺ വരും. അപ്പോൾ നിങ്ങൾ ഓക്കെ കൊടുത്തു വിടുക. അപ്പോൾ അടുത്തൊരു ആപ്ലിക്കേഷൻ പേജിലേക്ക് ഇത് ലോഡ് ആകുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് പെർമനന്റ് അഡ്രസ്സ്, മൂന്നാമതായിട്ട് ചോയ്സ് ഓഫ് സെന്റർ, അതുപോലെ തന്നെ NCC ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ CGPA ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സൈൻ ഒക്കെ നമ്മൾ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് നിങ്ങൾക്ക് താഴെ പോയി തന്നെ അത് പ്ലേസ് ഡേറ്റ് ഒക്കെ കൊടുത്ത് ശരിയാക്കാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇവിടെ നെയിം ചോദിച്ചിട്ടുണ്ട്. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ കാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ജനറൽ, SC ST, അതുപോലെ OBC, അൺമാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ചോദിക്കുന്നുണ്ട്. സ്പോർട്സ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലൊക്കെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾ ഒരെണ്ണം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ബട്ടൺ ഉണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ക്ലിക്ക് ഹിയർ ഇഫ് കറന്റ് ഓർ കറസ്പോണ്ട് അഡ്രസ് ഡിഫറെന്റ് ഫ്രം പെർമനന്റ് അഡ്രസ്. അത് നിങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അഡ്രസ്സ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പെർമനന്റ് അഡ്രസ്സിൽ നിന്ന് മാറിയാണോ നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് അനുസരിച്ച് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് നിങ്ങൾ എക്സാം സെന്റർ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾ
നിങ്ങൾ സ്കൂൾ ടൈമുകളിൽ നിങ്ങൾ NCC ഉണ്ടെങ്കിൽ AO BO സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കാണും. ഇപ്പോൾ നിങ്ങൾ കോളേജ് എൻട്രി ലെവലിൽ NCC ഇല്ലെങ്കിലും നിങ്ങൾക്ക് A B സർട്ടിഫിക്കറ്റ് ഒക്കെ സ്കൂൾ ലെവലിൽ പഠിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളവർ അത് അറ്റാച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഇവിടെ 10ാം ക്ലാസ്സിന്റെ മാർക്കുകളൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയിലാണ് ഇപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ 10ന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. മറ്റേതെങ്കിലും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് JPG ഫയലിലാണ് ചൂസ് ചെയ്ത് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്ത എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കൊടുക്കുക. അടുത്തതായിട്ട് ഇവിടെ ഒരു ഡിക്ലറേഷൻ പറയുന്നുണ്ട്. ഡിക്ലറേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ പ്ലേസ് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം, പ്ലേസ് കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കന്റ് അതൊക്കെ ടച്ച് ചെയ്ത് വിടുക. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ഇവിടുത്തെ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഈ ഒരു ബോക്സിലേക്ക് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഫോണിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങളൊരു നല്ല കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് തെറ്റിക്കാതെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഫോണിൽ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സെന്ററിൽ തന്നെ ചെന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം കമ്പ്യൂട്ടർ സെന്ററിലാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ പ്രിന്റ് ഔട്ട് ഇനി എടുത്ത് തരും. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ സ്വയം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ ആണെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ